Hi friends, എല്ലാവർക്കും Nimshas kitchenലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് Dominos സ്റ്റൈലിലുള്ള ചിക്കൻ ബോൾസ് തയ്യാറാക്കാം. ചിക്കൻ ബോൾസ് പെരി സീസണിംഗ് ആണ് ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത്. ഇപ്പോൾ പ്രത്യേകിച്ച് ഫുഡ് പോയ്സൺ, അതായത് ഭക്ഷ്യവിഷബാധ അതുപോലുള്ള കാര്യങ്ങളൊക്കെ കൂടുതലുള്ള ഒരു സമയമല്ലേ. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ തന്നെ പേടിയാവുന്ന ഒരു അവസ്ഥയാണ്. കേരളത്തിലത്തെ ഒരു അവസ്ഥ അങ്ങനെയല്ലേ ഇപ്പോൾ. അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റിൽ നമുക്ക് വീട്ടിലെങ്ങനെയാണ് പെരി ചിക്കൻ ബോൾസ് തയ്യാറാക്കണമെന്ന് നോക്കാം. നമുക്കിപ്പോൾ ചിക്കൻ ബോൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഞാനിവിടെ 1/2 കിലോ ചിക്കൻ ബ്രസ്റ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കാം. ഷേപ്പൊന്നും പ്രശ്നമില്ല, ഇങ്ങനെ മുറിച്ചെടുത്താലും കുഴപ്പമില്ല, നമുക്കിത് അരച്ചെടുക്കാനുള്ളതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ചിക്കൻ പീസസിലെ വെള്ളം മുഴുവനായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ബോൾസ് ഒക്കെ തയ്യാറാക്കുമ്പോൾ എപ്പോഴും ബോൺലെസ് ചിക്കൻ കഷ്ണങ്ങൾ എടുക്കാം കേട്ടോ. ചിക്കൻ ബ്രസ്റ്റ് ആയിരിക്കും കൂടുതൽ നന്നായിട്ട് വരിക, അല്ലെങ്കിൽ വേറെ ഏത് ചിക്കൻ പീസസ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് പിസ്സ സീസണിങ് അല്ലെങ്കിൽ ഒറിഗാനോ ഫ്ലേക്സ് ആണ്, ഏതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. മെയിനായിട്ട് ഇതിനൊരു ഫ്ലേവർ തരുന്നത് അത് തന്നെയാണ്. ഞാനിവിടെ 2 ടീസ്പൂൺ അളവിൽ പിസ്സ സീസണിങ്ങാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ ഒറിഗാനോ ഫ്ലേക്സ്, ബാസിൽ ഫ്ലേക്സ് എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് സോയാ സോസാണ്. സോയാ സോസ് ഞാൻ ഇതിലേക്ക് ഒഴിക്കണത് 2 ടീസ്പൂൺ അളവിലാണ്. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യം ഒരു മുട്ടയാണ്. ഒരു മുട്ട നമുക്കിതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഈ പ്ലേറ്റിലേക്ക് ഇടുന്നത് നിങ്ങൾക്ക് എളുപ്പത്തിൽ കാണാൻ വേണ്ടിയിട്ടാട്ടോ. ശരിക്കും ഇത് മിക്സിയുടെ ജാറിലേക്കാണ് ഇതെല്ലാം ചേർത്ത് കൊടുക്കേണ്ടത്. 1 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ്, അല്ലെങ്കിൽ എരിവിനനുസരിച്ച്. പിന്നെ ഇതിലേക്ക് ആവശ്യം നമുക്ക് കുരുമുളക് പൊടിയാണ് കേട്ടോ. കുരുമുളക് പൊടി ഞാൻ 1/2 ടീസ്പൂൺ അളവിൽ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്, എരിവിനനുസരിച്ച്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഗാർലിക് പൗഡറാണ്. ഗാർലിക് പൗഡർ നല്ലൊരു ഫ്ലേവർ തന്നെ കൊടുക്കും. ഗാർലിക് പൗഡർ ഞാൻ 1 ടീസ്പൂൺ അളവിലാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഓണിയൻ പൗഡർ ചേർക്കാം. അത് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. വിനാഗിരി ഒരുപാട് വേണ്ട കേട്ടോ, വളരെ കുറച്ച് മതി. 1 ടീസ്പൂൺ അളവിലാണ് ഞാൻ വിനാഗിരി ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ 2 സ്ലൈസ് ബ്രെഡാണ് എടുക്കണത് കേട്ടോ. അപ്പോൾ ബ്രെഡ് എടുക്കുമ്പോൾ മധുരം ഇല്ലാത്ത ബ്രെഡ് എടുക്കുക. ഇതിപ്പോൾ സാൻഡ്വിച്ച് ബ്രെഡാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഈ ബ്രെഡും കൂടി ഇട്ടിട്ടാണ് ഞാനിത് അരച്ചെടുക്കുന്നത്. ബ്രെഡ് ചേർക്കണത് എന്തിനാന്ന് വെച്ചാൽ ഇതിപ്പോൾ കുറച്ച് ലൂസായിട്ടായിരിക്കുമല്ലോ ഇരിക്കുക. അപ്പോൾ ഇത് കറക്റ്റ് ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കൊരു ചിക്കൻ ബോൾസിൻ്റെ ഒരു രീതിയിൽ ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ബ്രെഡ് ചേർക്കണത്. 2 സ്ലൈസിനേക്കാളും കൂടുതൽ നിങ്ങളിതിലേക്ക് ബ്രെഡ് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. കാരണം അപ്പോൾ ആ ഒരു ചിക്കൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. ബ്രെഡിൻ്റെ ടേസ്റ്റ് ആയിരിക്കും മുന്നിട്ട് നിൽക്കുക. പിന്നെ ആ ഒരു ജ്യൂസിനെസ് കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടും ചിക്കൻ ബോൾസിൻ്റെ. അപ്പോൾ നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. ഇതിലേക്ക് ഈ ഒരു മിക്സ് ഉണ്ടല്ലോ, ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കൈവച്ച് ഞാൻ ആദ്യം ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ എല്ലാവരുടെയും ഒരുപോലെ ആവുമല്ലോ. അതിനുശേഷം കുറേശ്ശെ അരച്ചെടുക്കാം കേട്ടോ. നമുക്കിത് ഒരുമിച്ച് അരച്ചെടുക്കാൻ പറ്റില്ല, കറക്റ്റായിട്ട് കിട്ടില്ല നമുക്ക്. അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കണം. പകുതി ഞാൻ ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ പകുതി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ 1 സ്ലൈസ് ബ്രെഡും കൂടിയും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് ഒന്ന് അരച്ചെടുക്കാം. ഞാൻ ഈ ഒരു ചിക്കനെല്ലാം ഈ ഒരു രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലൊരിക്കലും വെള്ളം ഒഴിച്ചിട്ടൊന്നും അരക്കരുത്. ഇതുപോലെ ഡ്രൈ ആയിട്ടിരിക്കണം, എന്നാലാണ് നമുക്കിത് ഒരു ബോൾസിൻ്റെ ഷേപ്പിൽ ഉരുട്ടിയെടുക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് 2 കയ്യിലും കുറച്ചൊരു എണ്ണ ഇതുപോലെ ഒന്ന് തടവി കൊടുക്കാം കേട്ടോ. ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നമുക്ക് ഒരുപാട് ഡ്രൈ ആക്കുന്ന രീതിയിൽ നമ്മൾ ബ്രെഡ് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ടേസ്റ്റി ആയിട്ട് വരില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ഇരിക്കുമ്പോഴാണ് ടേസ്റ്റി ആയിട്ട് വരിക. എന്നിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കി നമുക്കിത് മാറ്റാം. ഈ ഒരു സൈസിലേക്കുള്ള ബോൾസ് ആക്കിയിട്ട് നമുക്ക് എടുക്കാം. ഈ ഒരു രീതിയിലാണ് നമുക്കിത് ഉരുട്ടിയെടുക്കേണ്ടത് കേട്ടോ. ഇതിന് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ഈ ഒരു സൈസിൽ തന്നെ ഉരുട്ടിയെടുക്കാം. അപ്പോൾ അത് എല്ലാ ചിക്കൻ ബോൾസും ഞാൻ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഫ്രീസ് ചെയ്ത് വെക്കാം. ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രീസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ സ്നാക്സ് ആയിട്ട് കൊടുക്കാം, ടിഫിൻ ബോക്സിൽ സ്നാക്കായിട്ട് കൊടുത്തേക്കാം. ആ ഒരു രീതിയിലൊക്കെ നമ്മൾ വീട്ടിൽ തയ്യാറാക്കുമ്പോൾ ഹെൽത്തി ആണല്ലോ. ഒരുപാട് ദിവസം ഒന്നും വെക്കാതിരുന്നാൽ മതി ഫ്രീസറിൽ. ഇപ്പോൾ പാൻ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വറക്കാൻ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഈ ചിക്കൻ ബോൾസ് തിളച്ച എണ്ണയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട്, ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
ഒരു ഭാഗം ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ആയിട്ട് വരുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ തിരിച്ചു മറിച്ചിട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. എല്ലാ ഭാഗത്തോട്ടും തിരിച്ചു മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ എല്ലാ ഭാഗവും നന്നായിട്ട് തന്നെ ഫ്രൈ ആക്കി എടുക്കണം. ഒരു ഗോൾഡൻ ഷെയ്ഡാവണ വരെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കാം. എല്ലാ ഭാഗവും ഒരുപാട് തന്നെ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നു കേട്ടോ. ഇത് മതി, ആവശ്യത്തിന് തന്നെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ കോരി എടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇത് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം കേട്ടോ. കോരി എടുക്കാം. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ വേറൊരു ചിക്കൻ ബോൾസിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് തയ്യാറാക്കുന്നത്. അതുപോലെ ചിക്കൻ ബോൾസ് ഉപയോഗിച്ചിട്ടുള്ള കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ചിക്കൻ കോഫ്ത കറി. ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഡോമിനോസ് സ്റ്റൈലിൽ തയ്യാറാക്കുന്നത് കൊണ്ട് ഇതിൻ്റെ മുകളിലേക്ക് പെരി പെരി മസാലയാണ് ചേർക്കുന്നത്. അപ്പോൾ ഏത് ബ്രാൻഡ് പെരി പെരി മസാല വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് പെരി പെരി മസാല ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ മുകളിലേക്ക്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സോസ് പോലെ തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിലിലേക്ക് അല്ലെങ്കിൽ ഒരു പാനിലിട്ടിട്ട് സോട്ട് ചെയ്ത് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം. ഞാൻ ഒരെണ്ണം കാണിക്കാം കേട്ടോ. ചിക്കൻ ബോൾസ് കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഉൾഭാഗം കണ്ടോ, നല്ല ജ്യൂസിയാണ്. ഇതൊരുപാട് സ്പൈസിയോ കാര്യങ്ങളോ ഒന്നുമല്ല. നമ്മൾ പെരി പെരി മസാല ചേർക്കുമ്പോഴാണ് ഇത് കൂടുതൽ സ്പൈസി ആയിട്ട് വരാം. ഇതിൽ മെയിനായിട്ട് ആ ഒരു ഒറിഗാനോയുടെ ഫ്ലേവർ അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു പെരി പെരി മസാല നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം സ്പൈസി ഉണ്ട്. പെരി പെരി മസാലയുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പുളിയും അതുപോലെ ആ ഒരു ഗാർലിക് പൗഡർ അതിൻ്റെയൊക്കെ ഒരു ഫ്ലേവറും കാര്യങ്ങളുമാണ്. നല്ല ടേസ്റ്റിയാണ്. ഇപ്പോൾ ഡോമിനോസ് സ്റ്റൈലിലാവുമ്പോൾ റെഡിഷ് കളറിലാണ് വരുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പാനിലിട്ട് സോട്ട് ചെയ്തെടുക്കണമെങ്കിൽ ഒരു കാശ്മീരി മുളക് പൊടി നമുക്ക് കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു റെഡിഷ് കളറിൽ തന്നെ വരുന്നുണ്ടോ നമുക്ക്. അപ്പോൾ ഞാനിതിലേക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് ചില്ലി പൗഡർ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇത് കാശ്മീരി മുളക് പൊടിയാണ്, എരിവില്ല, ജസ്റ്റ് കളറിന് വേണ്ടിയിട്ട് മാത്രം. അപ്പോഴാണ് ഒരു പെർഫെക്റ്റ് ലുക്ക് വരിക. അപ്പോൾ നമ്മുടെ ഡോമിനോസ് സ്റ്റൈലിലുള്ള പെരി പെരി ചിക്കൻ ബോൾസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം. എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ചും നല്ല ഹെൽത്തിയും കൂടിയല്ലേ. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചിക്കൻ ബോൾസിൻ്റെ ഒരു ഹൈലൈറ്റ് ഈ ഒരു പെരി പെരി മസാല ഉണ്ടല്ലോ, അത് തന്നെയാണ്. ഈ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു വീഡിയോയുടെ താഴെ കമൻ്റായിട്ടൊന്ന് എഴുതി അറിയിക്കുക കേട്ടോ. അപ്പോഴാണ് എന്താ പറയുക, എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ നിങ്ങൾക്ക് ഏത് ടൈപ്പ് വീഡിയോ ആണ് വേണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചും കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിനനുസരിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.